ഹായ് ഫ്രണ്ട്സ്, PSC വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ ചെറുധാന്യവർഷമായി ആചരിക്കുന്ന വർഷം. ഐക്യരാഷ്ട്രസഭ ചെറുധാന്യവർഷമായി ആചരിക്കുന്ന വർഷം 2023. 2023 ഐക്യരാഷ്ട്രസഭ ചെറുധാന്യവർഷമായി ആചരിക്കുന്ന വർഷം. രാജ്യത്തെ ആദ്യ സോളാർ കാർ ഏതാണ്? രാജ്യത്തെ ആദ്യ സോളാർ കാറാണ് ഇവ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് വീര എന്ന ചീറ്റപ്പുലി. വീര എന്ന ചീറ്റപ്പുലി ഏതിന്റെ ഭാഗ്യചിഹ്നമാണ്? ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമാണ്. ഐക്യരാഷ്ട്രസഭ ചെറുധാന്യവർഷമായി ആചരിക്കുന്ന വർഷം 2023. രാജ്യത്തെ ആദ്യ സോളാർ കാറാണ് ഇവ. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് വീര എന്ന ചീറ്റപ്പുലി. അടുത്ത ക്വസ്റ്റ്യൻ, 32ാമത് വ്യാസ സമ്മാൻ ജേതാവ് ആരാണ്? 32ാമത് വ്യാസ സമ്മാൻ ജേതാവാണ് ഗ്യാൻ ചതുർവേദി. ഗ്യാൻ ചതുർവേദിയാണ് 32ാമത് വ്യാസ സമ്മാൻ ജേതാവ്. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ഡൽഹി. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ബഹിരാകാശത്തു ചിത്രീകരിച്ച ഫീച്ചർ ഫിലിം ഏതാണ്? ആദ്യമായി ബഹിരാകാശത്തു ചിത്രീകരിച്ച ഫീച്ചർ ഫിലിമാണ് ദി ചാലഞ്ച്. ദി ചാലഞ്ച് ആണ് ആദ്യമായി ബഹിരാകാശത്ത് ചിത്രീകരിച്ച ഫീച്ചർ ഫിലിം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. 32ാമത് വ്യാസ സമ്മാൻ ജേതാവ് ആരാണ്? ഗ്യാൻ ചതുർവേദിയാണ്. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ഡൽഹിയാണ്. ആദ്യമായി ബഹിരാകാശത്ത് ചിത്രീകരിച്ച ഫീച്ചർ ഫിലിം ഏതാണ്? ദി ചാലഞ്ച്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബോർഡർ ഗവാസ്കർ ട്രോഫി 2023 ജേതാക്കൾ. ബോർഡർ ഗവാസ്കർ ട്രോഫി 2023 ജേതാക്കളാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, സമ്പദ്ഘടനയിൽ കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന പ്രത്യേക ഉദ്ദേശ കമ്പനി ഏതാണ്? സമ്പദ്ഘടനയിൽ കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന പ്രത്യേക ഉദ്ദേശ കമ്പനിയാണ് സ്പോർട്സ് ഇക്കണോമി മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യ മേഖലയിൽ നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡാറ്റാ സെന്റർ നടപ്പിലാക്കുന്നത് KDISC. ജൈവ വൈവിധ്യ മേഖലയിൽ നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡാറ്റാ സെന്റർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? KDISC ആണ്. ഇവിടെ നമുക്ക് നോക്കാം. ബോർഡർ ഗവാസ്കർ ട്രോഫി 2023 ജേതാക്കൾ ഇന്ത്യ. സമ്പദ്ഘടനയിൽ കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപവൽക്കരിക്കുന്ന പ്രത്യേക ഉദ്ദേശ കമ്പനി ഏതാണ്? സ്പോർട്സ് ഇക്കണോമി മിഷനാണ്. ജൈവ വൈവിധ്യ മേഖലയിൽ നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡാറ്റാ സെന്റർ നടപ്പിലാക്കുന്നത് KDISC. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ തകർച്ച നേരിട്ട USA 16ാമത്തെ വലിയ ബാങ്ക് ഏതാണ്? അടുത്തിടെ തകർച്ച നേരിട്ട USA 16ാമത്തെ ബാങ്കാണ് സിലിക്കൺ വാലി ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന രാജ്യത്തെ ആദ്യ ജീനോം ഡാറ്റാ സെന്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന രാജ്യത്തെ ആദ്യ ജീനോം ഡാറ്റാ സെന്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ലോകത്തെ ആദ്യത്തെ ഹാൻഡ് അംബാസിഡറായി നിയമിതനായത് സച്ചിൻ ടെണ്ടുൽക്കർ. ലോകത്തെ ആദ്യത്തെ ഹാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അടുത്തിടെ തകർച്ച നേരിട്ട USA 16ാമത്തെ വലിയ ബാങ്കാണ് സിലിക്കൺ വാലി ബാങ്ക്. ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന രാജ്യത്തെ ആദ്യ ജീനോം ഡാറ്റാ സെന്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ലോകത്തെ ആദ്യത്തെ ഹാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായാണ് ഉയർത്തിയത്? സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ് ഉയർത്തിയത്? 62. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ അംബാസിഡർ ആരാണ്? സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ അംബാസിഡറാണ് KS ചിത്ര. ഒന്നും കൂടി നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായിട്ടാണ് ഉയർത്തിയത്? 62. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ
റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷനാണ്. സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ അംബാസഡർ ആരാണ്? KS ചിത്രയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭിന്നശേഷി വിഭാഗത്തിലെ മിസ്റ്റർ ഇന്ത്യ കിരീടം നേടിയ മലയാളി ആരാണ്? ഭിന്നശേഷി വിഭാഗത്തിലെ മിസ്റ്റർ ഇന്ത്യ കിരീടം നേടിയ മലയാളിയാണ് SS അനീത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗുരു ചേമഞ്ചേരി പുരസ്കാരം 2023 ജേതാവ്. ഗുരു ചേമഞ്ചേരി പുരസ്കാരം 2023 ജേതാവാണ് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ്? പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയാണ് പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഭിന്നശേഷി വിഭാഗത്തിലെ മിസ്റ്റർ ഇന്ത്യ കിരീടം നേടിയ മലയാളിയാണ് SS അനീത്. ഗുരു ചേമഞ്ചേരി പുരസ്കാരം 2023 ജേതാവ് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്. പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിക്കിപീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? വിക്കിപീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. ലോകത്തിൽ ആദ്യമായി ഡ്രൈവറില്ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായി ഡ്രൈവറില്ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യമാണ് സ്കോട്ട്ലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡാണ് കെമു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡ് ഏതാണ്? കെമു എന്നാണ്. ഓക്കെ, വിക്കിപീഡിയ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ലോകത്തിൽ ആദ്യമായി ഡ്രൈവറില്ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ്? സ്കോട്ട്ലാൻഡ് ആണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന സ്ക്വാഡ് ഏതാണ്? കെമു എന്നാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ പൂന്തോട്ടത്തിന്റെ പുതിയ പേര് എന്താണ്? ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ പൂന്തോട്ടത്തിന്റെ പുതിയ പേരാണ് ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ. ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ എന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ പൂന്തോട്ടത്തിന്റെ പുതിയ പേര്. ഹോക്കി ലോകകപ്പ് 2023 ജേതാക്കൾ ആരാണ്? ഹോക്കി ലോകകപ്പ് 2023 ജേതാക്കളാണ് ജർമ്മനി. അടുത്ത ക്വസ്റ്റ്യൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കുള്ള ഡീസൽ വിതരണമാണ് ഇന്ത്യ ആരംഭിക്കുന്നത്? സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കുള്ള ഡീസൽ വിതരണമാണ് ഇന്ത്യ ആരംഭിക്കുന്നത്? ബംഗ്ലാദേശ്. സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കുള്ള ഡീസൽ വിതരണമാണ് ഇന്ത്യ ആരംഭിക്കുന്നത്? ബംഗ്ലാദേശ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ പൂന്തോട്ടത്തിന്റെ പുതിയ പേരെന്താണ്? ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ. ഹോക്കി ലോകകപ്പ് 2023 ജേതാക്കൾ ജർമ്മനി. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കുള്ള ഡീസൽ വിതരണമാണ് ഇന്ത്യ ആരംഭിക്കുന്നത്? ബംഗ്ലാദേശ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.